ഞങ്ങളുടെ സാമ്പത്തിക അവസ്ഥയും കണ്ട് നടത്തി കൊടുക്കാൻ പറ്റില്ല എന്ന് പറയും. അങ്ങനെ ഞാൻ വിഷമിച്ച് വളരെയധികം വേദനയോടുകൂടി ഇരുന്ന ഒരു സാഹചര്യത്തിൽ ഞാൻ ഇങ്ങനൊരു തീരുമാനമെടുത്തു. വിവാഹം നടക്കുന്നില്ല എങ്കിൽ ഇനി ഒരു ഏകസ്ഥ ജീവിതം. എൻ്റെ ഒരു സുഹൃത്ത് സുനീഷ് ഇവിടെ വന്നിട്ടുണ്ട്. സുനീഷ് എന്നെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി. നല്ലതണ്ണി എന്ന് പറയുന്ന സ്ഥലത്ത് 3 ബ്രദർമാർ ഒറ്റയ്ക്ക് കാട്ടിൻ്റെ നടുക്ക് പ്രാർത്ഥിച്ച് മാത്രം ജീവിക്കുന്നുണ്ട്. അവിടെ പോയി ഞങ്ങൾ അവരെ കണ്ട് പ്രാർത്ഥിച്ചപ്പോൾ ഞാനൊരു തീരുമാനമെടുത്തു. അടുത്ത ഒരു ആലോചന കൂടെ നോക്കിയിട്ട് ഇനി കല്യാണം നടന്നില്ലെങ്കിൽ അവരുടെ കൂടെ കൂടിയേക്കാമെന്ന്. കാട്ടിൻ്റെ നടുക്ക് പോയി പ്രാർത്ഥിക്കാൻ മാത്രം ജീവിതം മാറ്റി വെക്കാമെന്ന്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുത്ത് ആ കാലഘട്ടത്തിൽ ഒരു പെൺകുട്ടി എന്നെ പരിചയപ്പെട്ടു. പരിചയപ്പെട്ട് അപ്പോൾ ഞാൻ മത അധ്യാപകനാണ്, ഞങ്ങളുടെ പള്ളിയിൽ വേദപാഠം പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആ പെൺകുട്ടിയുടെ ആഗ്രഹം ഇതായിരുന്നു, ജീവിതത്തിൽ ഒരിക്കലും മദ്യപിച്ചിട്ടില്ലാത്ത, അല്ലെ മദ്യപാനത്തിന് അടിമയല്ലാത്ത ഒരാളെ കല്യാണം കഴിക്കണമെന്നായിരുന്നു ആ കുട്ടിയുടെ